എൻ്റെ പേര് എബിൻ. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മൂന്നാമത്തെ ധ്യാനമാണ്. ആദ്യമായിട്ട് ഞാൻ രക്തക്കണ്ണീർ ജപമാല ജിൻസ് ബ്രദറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ജിൻസ് ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അത് 2023 സെപ്റ്റംബർ 21-ാം തീയതിയാണ് ഈ ജപമാല എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതിനുശേഷം ജപമാല ചൊല്ലി തുടങ്ങി. കൃത്യം 1 വർഷം കഴിഞ്ഞ് 2024 സെപ്റ്റംബർ മാസത്തിലാണ് എനിക്ക് ധ്യാനം കൂടാനായിട്ട് ആദ്യമായിട്ട് അവസരം കിട്ടിയത്. അന്ന് തന്നെ ഭയങ്കര വലിയ അനുഭവമായിരുന്നു. ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര സുഗന്ധാഭിഷേകമൊക്കെ ആയിരുന്നു. അന്ന് ഒത്തിരി അനുഭവമായിരുന്നു. അതിനുശേഷം പെങ്ങളുടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല മനോഹരമായിട്ട് നടന്നു. അതിനുശേഷം 2025 ജൂലൈ മാസത്തിലാണ് വീണ്ടും ധ്യാനം കൂടാനായിട്ട് ഒരു അവസരം കിട്ടിയത്. അന്നത്തെ ഒരു നിയോഗം എന്ന് പറയുന്നത് ജോലി മേഖലയിൽ തടസ്സമായിരുന്നു. അത് PSCയിലെ ഒരു 2 ലിസ്റ്റിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒഴിവ് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായില്ല. അങ്ങനെ ഭയങ്കര തടസ്സമായിട്ട് വന്നു നിൽക്കുന്ന സമയത്താണ് ധ്യാനം കൂടിയത്. റോസാംശ്രീക മാതാവിൻ്റെ തിരുനാളൊക്കെ ബന്ധപ്പെട്ടാണ് വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ധ്യാനത്തിൻ്റെ സമയത്ത് ചാൾസ് ബ്രദറിനെ കണ്ട് കൗൺസിലിംഗ് നടത്തി. അപ്പോൾ കൗൺസിലിംഗ് നടത്തിയ സമയത്ത് ചാൾസ് ബ്രദർ പറഞ്ഞു, ഒരു വാതിൽ ഇങ്ങനെ തുറന്നു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ച അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് ജിൻസ് ബ്രദർ പേര് വിളിച്ച് പറഞ്ഞ്, മാതാവിൻ്റെ രൂപം കാട്ടിയിട്ട് പേര് വിളിച്ച് പറഞ്ഞ് ജോലി മേഖലയിൽ തടസ്സം മാറുന്നു എന്നൊക്കെ പറഞ്ഞ്. അന്ന് ധ്യാനം കഴിഞ്ഞ് പോയ സമയത്ത് ഫോൺ ഇവിടെ മേടിച്ച് വെച്ചേക്കായിരുന്നു. ധ്യാനം കഴിഞ്ഞ് ഞാൻ വൈറ്റിലെത്തിയപ്പോഴാണ് ഫോൺ എടുത്ത് നെറ്റ് ഓൺ ആക്കിയത്. നെറ്റ് ഓൺ ആക്കിയ സമയത്ത് എനിക്ക് എത്ര ഒഴിവ് വേണോ ആ ഒഴിവ് PSCയിലേക്ക് KSEB റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ 158 ഒഴിവ് റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച പിടിക്കും അഡ്വൈസ് വരാൻ. അത് കഴിഞ്ഞ് ഒരു 3 മാസം പിടിക്കും അപ്പോയിൻമെന്റ് വരാനായിട്ട്. പക്ഷേ ഇവിടെ 1 മാസം കൊണ്ട് തന്നെ അപ്പോയിൻമെന്റ് വന്ന് കഴിഞ്ഞ മാസം 18-ാം തീയതി ഞാൻ ജോയിൻ ചെയ്ത്. ഇപ്പോൾ 96 ദിവസം ട്രെയിനിങ് ആണ്. കോട്ടയത്താണ് ട്രെയിനിങ് നടക്കുന്നത്. അവിടെയും വേറൊരു അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ജൂലൈ മാസത്തിലാണ് വന്നത്. അപ്പോൾ ഒരു റോസാംശ്രീക മാതാവിൻ്റെ രൂപം സ്റ്റാർ സിനസിൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റോസാംശ്രീക മാതാവിനോട്. അപ്പം ഞാനിപ്പോൾ കോട്ടയത്ത് രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരു പള്ളി ഇങ്ങനെ കണ്ടുപിടിച്ച് പള്ളിയിൽ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോയിൽ ഇരിക്കുന്നത് റോസാംശ്രീക മാതാവാണ്. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. പിന്നെ ഈ പ്രാവശ്യം സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ വന്നതാണ്. ചെറിയൊരു മടിയൊക്കെ ഉണ്ടായി. നന്നായിട്ട് ഒരുങ്ങാനൊന്നും പറ്റിയില്ല. എന്നാലും വന്ന് സാക്ഷ്യം പറഞ്ഞു. തമ്പുരാൻ കഴിഞ്ഞ ധ്യാനത്തിൽ വന്ന് ആ ജോലി മേഖലയ്ക്ക് വേണ്ടി ഞാനോട് നോക്കും. ഇവിടുന്ന് പ്രാർത്ഥന സമയത്ത് വചനത്തിന് ഡെലിവറി സമയത്ത് കൃത്യമായിട്ട് ഈ അങ്ങനെ ജോലി മേഖലയിലെ തടസ്സങ്ങൾ മാറ്റുമെന്ന്, അതുപോലെ ജോലി